നമസ്കാരം, ഞാൻ എബി വിജയ്. നട്സ് ആൻഡ് ബോൾസ് ഓട്ടോമോട്ടീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ 2024 പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ദ ന്യൂ എപ്പിക് സ്വിഫ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നോക്കാം. സ്വിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാഷ് ബാക്ക് സെഗ്മെന്റ് എന്നുള്ള വെഹിക്കിളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്. കാര്യം എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല, ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് എന്നുള്ളൊരു വെഹിക്കിൾ ശരിക്കും ഇന്ത്യ ലോഞ്ച് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു ഹരമായിരുന്നു ശരിക്കും സ്വിഫ്റ്റിനെ കുറിച്ച്. അതായത് സ്വിഫ്റ്റ് എടുക്കണം അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഒന്ന് ഓടിക്കണം എന്നുള്ളൊരു ഹരമുള്ളൊരു വാഹനമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനഹൃദയങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യുവത്വങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വിഫ്റ്റിന് ആ ഒരു സ്ഥാനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ്, അത് കണക്കാക്കി തന്നെയാണ് ശരിക്കും ഇപ്പോഴും കമ്പനി ആ ഒരു സ്വിഫ്റ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. 2005 ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ ആദ്യ മോഡലായിട്ട് നമുക്കിവിടെ ഇന്ത്യ ലോഞ്ച് ആവുന്നത്. അന്നത്തെ സമയത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്രോളാണ് ആദ്യം ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് ഡീസൽ എഞ്ചിൻ, അതായത് 1.3 മൾട്ടിജെറ്റ്, അതായത് ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് ആയിട്ടുള്ള എഞ്ചിൻ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം 2011 ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതിനുശേഷം പിന്നീട് 2016 ശരിക്കും പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് ആ ഒരു വണ്ടി ഇറങ്ങുന്നത്. പിന്നെ 2016 ഇറങ്ങുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ മാത്രമായിരുന്നു, അതായത് BS6 ഫസ്റ്റ് സ്റ്റേജ് മാത്രമായിരുന്നു, നമ്മുടെ BS6 ഫസ്റ്റ് സ്റ്റേജ് വരുന്നതിന് മുമ്പ് മാത്രമായിരുന്നു ഈ നമ്മുടെ എന്താ പറയുക ഡീസൽ എഞ്ചിൻ ഈ ഒരു വെഹിക്കിളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പൂർണ്ണമായിട്ടും ഒരു ഡീസൽ എഞ്ചിൻ മാറ്റി ഇപ്പോൾ ശരിക്കും പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. സ്വിഫ്റ്റിന്റെ പുതിയ മോഡൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ ഒരു എന്താ പറയുക, ആ ഹെഡ്ലൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജിലാണെങ്കിലും ഒക്കെ ഒരുവിധം നല്ല രീതിയിലുള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് പുതിയൊരു നമ്മുടെ സ്വിഫ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഗ്ലോബലി ഈ സ്വിഫ്റ്റ് ഈ രീതിയിൽ തന്നെയാണ് ശരിക്കും മാർക്കറ്റ് ലോഞ്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ മേജറായിട്ട് വന്നിരിക്കുന്ന മാറ്റം എഞ്ചിനിൽ മാറിയിട്ടുണ്ട്. കാര്യം പഴയ K സീരീസ് എഞ്ചിൻ മാറി പുതിയ Z സീരീസ് എഞ്ചിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ 4 സിലിണ്ടർ എന്നുള്ളൊരു കാര്യം മാറി 3 സിലിണ്ടറിലേക്ക് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ശരിക്കും ഡൗൺഗ്രേഡ് എന്ന് പറയാനൊക്കത്തില്ല, പവറിൽ കാര്യത്തിലൊന്നും ഒരു വേരിയേഷനും വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരല്പം മൈലേജിൽ നമുക്ക് ഒരു ബെറ്റർ എഫിഷ്യൻസി ശരിക്കും ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ശരിക്കും സ്വിഫ്റ്റിന്റെ പണ്ട് തൊട്ടേ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മിനി കൂപ്പർ എന്നുള്ളൊരു ഡിസൈനുമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് മിനി കൂപ്പറായിട്ട് എനിക്ക് ഈ വണ്ടിക്ക് ഒരു ഡിസൈൻ തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു മോഡലിന് ഒരു മിനി കൂപ്പർ ഡിസൈൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാമെന്നുള്ള അറിയത്തില്ല, നിസാന്റെ 350Z എന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് കൂപ്പേ കാറുണ്ട്. ആ ഒരു കൂപ്പേ ഡിസൈനിൽ ശരിക്കും ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ, അതായത് ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത് പഴയ വണ്ടിയുടെ, അതായത് ഇതിന് മുമ്പുള്ളതുമല്ല, 2005 അതുപോലെ തന്നെ 2011 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ആ ഒരു കാറിന് ആ ഒരു 350Z എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കൂപ്പേ നിസാന്റെ കാറുമായിട്ട് നല്ല രീതിയിൽ സാമീപ്യമുണ്ട്. ബാക്കിലത്തെ ടെയിൽ ലാമ്പ് ആണെങ്കിലും ഈ പറഞ്ഞ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് നമുക്ക് സ്വിഫ്റ്റിന് പണ്ട് തൊട്ടേ കിട്ടിയിരുന്നത്. സോ എനിക്കപ്പോൾ സ്വിഫ്റ്റ് കാണുമ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മളൊന്നും 350Zയും 370Zയും കാണുന്നില്ലല്ലോ, ഗെയിം മാത്രമാണ് കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഗെയിമിനകത്ത് ആ ഒരു കാറ് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണ് സ്വിഫ്റ്റ് കാണുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷത്തിലേക്ക് കിടക്കാം. ഈ വാഹനത്തിന്റെ ശരിക്കും എഞ്ചിനിലാണ് ശരിക്കും നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 സിലിണ്ടർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. മാരുതിയുടെ ഭാഷയിൽ പഴയത് K സീരീസ് ആയിരുന്നു, ഇപ്പോൾ വരുന്നത് Z സീരീസ് എഞ്ചിനാണ്. Z12E എന്നുള്ള സെഗ്മെന്റിൽ വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ അതുപോലെ ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3860 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ഓവറോൾ വിഡ്ത്ത് വരുന്നതെന്ന് പറയുന്നത് 1735 മില്ലിമീറ്റർ ആണ്. ഓവറോൾ ഹൈറ്റ് വരുന്നത് 1520 മില്ലിമീറ്റർ ആണ്. അതുപോലെ വീൽ ബേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2450 മില്ലിമീറ്റർ ആണ്. വാഹനത്തിന്റെ ഓവറോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 265 ലിറ്റർ ആണ്. അത് ഒട്ടും കുറവല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന സീറ്റ് എന്ന് പറയുന്നത് 60-40 സ്പ്ലിറ്റിലാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്നത്. അതായത് 25.8 കിലോമീറ്റർ ആണ് ക്ലെയിംഡ് മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷന് 24.75 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. സ്വിഫ്റ്റ് ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ ശരിക്കും ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും പഴയ സ്വിഫ്റ്റിന്റെ അതേ ഡിസൈനിലാണ് ആ ഒരു ഗ്ലാസ് ഇപ്പോഴും അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ SO എന്ന് പറയുന്നത് ഇതിന്റെ ആ ബോണറ്റ് ഏരിയ ആണ്. അത് ഇവിടെയൊക്കെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ വന്നിട്ട് അത് മേളിലേക്കാണ് ആ ഒരു ബോണറ്റ് പ്ലേസ് ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുണ്ടെന്ന് വേണം പറയാൻ.
ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും ഇതിന്റെ ബമ്പർ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സെൻട്രലായിട്ട് ബമ്പറിലാണ് ശരിക്കും അതിന്റെ മേളത്തെ പോർഷനിലാണ് ഈ പറഞ്ഞ നമ്മുടെ ക്രോം എലമെന്റിലുള്ള സുസുക്കിയുടെ ലോഗോ വരുന്നത്. പിന്നെ വളരെ വലിയ ഒരു ഗ്രിൽ ഏരിയ ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതിലൊരു ട്രൈ ആരോ പാറ്റേൺ പോലെയാണ് അതിന്റെ ആ ഒരു ഗ്രില്ലിന്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ടാണ് നമുക്ക് നമ്പർ പ്ലേറ്റിന്റെ മൗണ്ടിങ് വരുന്നത്. താഴെയും ചെറിയൊരു എയർ ഡാം ഏരിയ ഉണ്ട്. അതിലും താഴെയായിട്ട് വരുമ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു എന്താ പറയാ ഒരു ലിപ്പ് ഏരിയ, ബമ്പറിന്റെ ഒരു ലിപ്പ് ഏരിയ അല്ലെങ്കിൽ ഒരു എയർ കട്ടിങ് ഏരിയ ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ശരിക്കും ഹെഡ്ലൈറ്റ് ആണ് ഇതിന്റെ അടുത്തൊരു ഡിസൈൻ എലമെന്റ് നമുക്ക് ആ ഒരു വ്യത്യാസം കൊണ്ടുവന്ന ഭാഗം എന്ന് പറയുന്നത്. അതായത് ആ ഫുള്ളി ബ്ലാക്ക് ആയിട്ട് നമ്മൾ ഇനി തൊട്ട് പുറത്തൊന്നും കൊണ്ട് ഈ പറഞ്ഞ സ്വിഫ്റ്റിനെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ അല്ലെങ്കിൽ പിയാനോ ഫിനിഷിൽ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് നല്ല രസമായിട്ടുള്ള രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള DRലും അതിന് താഴെയായിട്ട് നോർമലി ഉള്ള അതായത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ZXi ടോപ്പ് വേരിയന്റ് ZXi പ്ലസിൽ മാത്രമാണ് LED ഹെഡ് ലാമ്പ് വരുന്നത്. അതിന് മേളിലേക്കുള്ളതാണെങ്കിലും ഇതേ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ DRൽ കാണത്തില്ല, അതിന് പകരം ഇവിടെ ഒരു ക്രോം എലമെന്റ് ആയിരിക്കും. പിന്നെ ഹാലജൻ ഹെഡ് ലാമ്പ് ആയിരിക്കും അതിന് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും എയർ ഡാം ഏരിയ, അതായത് ആ ഒരു എയർ ഡാം ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ടോപ്പിൻ വേരിയന്റിലേക്ക് വരുമ്പോൾ, അതായത് ZXi പ്ലസ് പറഞ്ഞ ടോപ്പിൻ വേരിയന്റിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് അതിന്റെ ഫോഗ് ലാമ്പ് വരുന്നത്. അതും LED ആണ് വരുന്നത്. ഈ വാഹനത്തിന് നമുക്ക് ഫോഗ് ലാമ്പ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സ്റേ ആയിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ശരിക്കും സൈഡിൽ നമുക്ക് ഈ വാഹനം എന്ന് പറഞ്ഞാൽ ZXi എന്നൊരു വേരിയന്റ് ആണ്. ഇതിന്റെ ടോപ്പ് എൻഡ് ആണ് ZXi പ്ലസ് എന്ന വേരിയന്റ്. അതിൻ്റെത് ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു ഫിനിഷിലാണ് നമുക്ക് അതിന്റെ അലോയിൽ വരുന്നത്. ഇതിനും അതേ ഡിസൈൻ തന്നെയാണ് 15 ഇഞ്ചിന്റെ അലോയ വരുന്നത്, പക്ഷെ ഒരു സിൽവർ ഫിനിഷ് ആണെന്ന് മാത്രം. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്കും വരുന്നത്. പിന്നെ ഡിസൈനിലൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്ന് ആ ബോണറ്റിന്റെ ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ബോണറ്റിന്റെ ആ ഒരു കട്ടിങ് എന്ന് പറഞ്ഞത് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് നേരെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് വരെ, അതായത് ഡിക്കി വരെ നീളുന്ന രീതിയിലുള്ള ആ ഒരു ബൾജിങ് കൊടുത്തിരിക്കുന്നത് വളരെ രസമായിട്ടൊന്നും പറയാനായിട്ട്. പിന്നെ ഗ്ലാസ് ഏരിയ ഒക്കെ ഒരല്പം ലോവേഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാബിനകത്ത് ഇരിക്കുമ്പോൾ ഒരല്പം ക്രാംഡ് ആയിട്ടുള്ള ഫീൽ നമുക്ക് തോന്നില്ല. അത്യാവശ്യം ഏറിയ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ക്യാബിനകത്ത് ഫീൽ ചെയ്യുന്നത്. സൈഡിലത്തെ ബോഡി ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം നല്ല കട്ട്സും ഗ്രീസും ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ടൊന്നും പറയാൻ. ഇതൊക്കെ ശരിക്കും സ്വിഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് അല്ല, ഇതൊക്കെ അഡീഷണൽ എക്സറി ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതും ഒക്കെ അഡീഷണൽ എക്സറി ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഫാക്ട് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ടെയിൽ ലാമ്പ് ഡിസൈൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആഫ്റ്റർ മാർക്കറ്റിനൊന്നും നമ്മൾ ഇനി കിടന്ന് ഓടണ്ട, എല്ലാം കമ്പനി തന്നെ മാരുതി തന്നെ നമുക്ക് സ്വിഫ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു എന്താ പറയുക ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ എംബഡഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഈ കാണുന്ന ടേൺ ലൈറ്റ് ആണ്, സോറി നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ആണ്. ഇതിൽ ഇവിടെ ആയിട്ട് താഴെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ താഴെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് C ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു പാർക്ക് ലൈറ്റ് സെറ്റപ്പ് ആണ് വരുന്നത്. ഈ കാണുന്നത് ഇതിന്റെ റിവേഴ്സ് ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ സ്വിഫ്റ്റ് എന്നുള്ള ഒരു വലിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. സെൻട്രലായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട് സുസുക്കിയുടെ. പിന്നെ സ്ഥിരം പറയുന്ന പോലെ തന്നെ LXi, VXi, ZXi എന്നുള്ള വേരിയന്റ് ഒന്നും ഇപ്പോൾ നമ്മുടെ മാരുതി ബാക്കിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു എന്താ പറയുക ഒരു പക്ഷാഭേദം വേണ്ട എന്നുള്ള രീതിയിലാണ് മാരുതി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഇതിന്റെ സ്പോയിലർ ഇൻബിൽട്ട് അല്ല, ഇത് അഡീഷണൽ എക്സറി വെച്ചിരിക്കുന്നതാണ്. ഇതിനൊരു ബോഡി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. ഇപ്പോൾ സ്പോയിലർ എനിക്ക് തോന്നുന്നു അഡീഷണൽ വരുന്ന സ്പോയിലേഴ്സിന് ഫുൾ ബ്ലാക്ക് ആണ്. അതിൽ ഈ ഒരു സ്ട്രിപ്പ് പോലെ ലൈൻ മാത്രമാണ് ബോഡി കളർഡ് ആയിട്ട് വരുന്നത്. അത് ഓരോ വെഹിക്കിളിന്റെ കളറിനനുസരിച്ച് അതിന്റെ ആ സ്ട്രിപ്പ് ലൈൻ മാറിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ആ ഒരു ചേഞ്ച് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ടോപ്പ് ലാമ്പ് വരുന്നത്, അതായത് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. ഇതിൽ ഇത് കാണുന്നത് ഇതിന്റെ വാഷറാണ്. ബാക്ക് ഡീഫോഗറും വൈപ്പറും വരുന്നുണ്ട്. ZXi പ്ലസ് 1 വേരിയന്റിൽ മാത്രമാണ് ഡീഫോഗറും വൈപ്പറും വരുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വെഹിക്കിളിന്റെ ബൂട്ട് ഓപ്പണിംഗ് വരുന്നത്. ഇലക്ട്രോണിക് ബൂട്ട് ഗേറ്റ് ആണ് ഇതിന് വരുന്നത്. നേരത്തെ പറഞ്ഞ വിശാലമായിട്ടുള്ള ആ ഒരു ബൂട്ട് ഏരിയ ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതിൽ സീറ്റ് നമുക്ക് 60-40 ആയിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റ് സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ സ്പെയർ ടയറൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്. അത് സൈസ് കുറഞ്ഞതാണ്, 14 ഇഞ്ചിൻ്റെ ടയറാണ് വെച്ചിരിക്കുന്നത്. ഒരു ബൂട്ട് ലാമ്പ് കൂടെ ആവാമായിരുന്നു. സോറി കേട്ടോ, ബൂട്ട് ലാമ്പ് ഉണ്ട് ഈ ഒരു വെഹിക്കിളിനകത്ത്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്നുള്ള അറിയത്തില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ ടോപ്പ് ആൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്. ഇതിപ്പോൾ അഡീഷണൽ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു വെഹിക്കിളിന് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ബമ്പർ ഡിസൈനും കുറച്ചുകൂടി, അത് പഴയ വെഹിക്കിൾ അല്പം ഒതുങ്ങിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അല്പം കൂടി എലാബറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നല്ല രസമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. താഴെ ഈ ഭാഗത്തായിട്ടാണ് 2 ഭാഗത്തായിട്ടും നമുക്ക് റിഫ്ലക്ട് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ടൈപ്പുള്ള ഒരു ആന്റിനാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു സ്വിഫ്റ്റിന്റെ ആ ഒരു ഡിസൈൻ കാര്യം
പഴയ തനതായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡൊക്കെ അല്ലേ കണ്ടിരിക്കുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ആ ഒരു ഡാഷ്ബോർഡിന്റെ ഒക്കെ ആ ഡിസൈൻ വരുന്നത്. ഫുള്ളി ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു ചെറിയ എലമെന്റ് ഒക്കെ കൊടുത്ത് അത് രസമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതിന്റെ എൻഡിലായിട്ട് ഇന്റഗ്രേറ്റ് ഉള്ള രീതിയിലാണ് നമ്മുടെ ആ ഒരു AC വെന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സെന്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ താഴെയായിട്ടാണ് ആ ഒരു AC വെന്റ് ഇവിടെ വരുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോൾ ഒരു ചെറിയ ക്രോം എലമെന്റ് ഒക്കെ കൊടുത്ത് ആ ക്രോം എലമെന്റ് ഡോർ പാഡിന്റെ ഭാഗത്തും ആ ക്രോം എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ടെന്ന് പറയാം. ഒരു ലക്ഷറി ഫീൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്ലസന്റ് ഫീൽ നമുക്ക് ഇന്റീരിയറിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊരു ജോയ്സ്റ്റിക് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ i20 കാണുന്ന ആ ഒരു രീതിയിലാണ് അതിന്റെ ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് അതിന്റെ ആ ഒരു കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഈ പോർഷനിലായിട്ടാണ് USB ആ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നത്. ഈ കാണുന്നത് വയർലെസ് ചാർജിങ് പാഡ് ആണ് വരുന്നത്. അതിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ ചാവി. അത് പഴയ കാലഘട്ടത്തിലുള്ള പോലെ തന്നെ വലിയ ചേഞ്ച് ഒന്നുമില്ല. അത് സിമ്പിളായിട്ട് തന്നെ അവരിപ്പോഴും ആ ഒരു സ്മാർട്ട് കീ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. ഓക്കെ, സെൻറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ഗിയർ നോബ് വരുന്നുണ്ട്. 5+1 എന്നുള്ള രീതിയിലാണ് അതിന്റെ ഗിയർ വരുന്ന മാനുവൽ. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പാർക്കിംഗ് ബ്രേക്കിന്റെ ലിവർ വരുന്നത്. സീറ്റ്സിലേക്ക് വരുമ്പോൾ സീറ്റും ഒരു അല്പം അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. നല്ല ബോൾസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. എല്ലാം കവറിട്ട് മൂടിയിരിക്കുക കേട്ടോ, ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബോൾസ് സപ്പോർട്ടോട് കൂടിയ സീറ്റാണ്. ശരിക്കും നമ്മുടെ എന്താ പറയുക ബലേനെ ഒക്കെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ആ ഒരു സീറ്റിന്റെ ഒക്കെ ആ ഒരു എന്താ പറയുക മസിൽസ് ഒക്കെ വരുന്നത്, ആ ബോൾസസ് ഒക്കെ വരുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നത് നമ്മുടെ സാധാരണ എല്ലാ മാരുതിയിലും വരുന്ന അത്രയും വലിപ്പമുള്ള ആ ഒരു ഹെഡ് റെസ്റ്റ് ആണ് ആ ഒരു ഏരിയ വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റിലേക്ക് വരുമ്പോൾ ഇതിൽ വരുന്ന ഒരു 7 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ISREXI എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേരിയന്റിലേക്ക് വരുമ്പോൾ അതിലൊരു 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. അത് ഏകദേശം ഫുള്ളി കവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇത് ഈ വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കമിക്സിന്റെ സ്മാർട്ട് പ്ലേ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് വരുന്നത്. ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്നുള്ള ഒരു വേരിയന്റ് ആണ് വരുന്നത്. അതിൽ മാരുതിയുടെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് അഡീഷണൽ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. സെന്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഒരു തനതായിട്ടുള്ള ക്ലാസിക് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു സ്വിഫ്റ്റിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്പം കൂടി സ്പോർട്ടി ആയിരുന്നു എന്ന് വേണം പറയാൻ. സെന്ററിൽ വരുന്നത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ വരുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. അതേസമയം ഇതിന്റെ ടോപ്പിൻ വേരിയന്റിലേക്ക് വരുമ്പോൾ അത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്. ടോട്ടലി അല്ല, ഈ പറഞ്ഞ സെൻട്രൽ പോർഷനിൽ മാത്രമായിട്ട്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൽ വരുമ്പോൾ അത്യാവശ്യം റൗണ്ട് ആയിട്ടുള്ള അത് ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഒരു വലിയൊരു ക്രോം ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റിയറിംഗ് പണ്ട് തൊട്ട് കാണുന്ന രീതിയിലുള്ള ആ ഒരു തനതായിട്ടുള്ള ആ ഒരു സുസുക്കിയുടെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. ക്രൂയിസ് കൺട്രോളോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിന് വരുന്നില്ല. അത് ടോപ്പ് എൻഡ് മോഡൽ മാത്രമാണ് വരുന്നത്. ഇതിന് നമ്മുടെ ഇൻഫർമേഷൻ അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും കാര്യങ്ങളും മാത്രമാണ് വരുന്നത്. ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റി കട്ടിങ് അതുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സെൻട്രലിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് റൂം ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് വേണമെന്നും പറയാനായിട്ട് ഒരൊറ്റ ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വെഹിക്കിളിന്. പിന്നെ ഈ കാണുന്നത് സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഒരു റിയർ വ്യൂ മിറർ ആണ്. ഡോർപാഡിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ, അതായത് അകത്ത് ഇന്റീരിയർ ഡാഷ്ബോർഡിൽ കണ്ടതുപോലെ ആ ഒരു എലമെന്റ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ആ ഒരു ക്രോം എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഫാബ്രിക് ആണ് ഇൻസേർട്ട് വരുന്നത്. അതൊരല്പം നമ്മൾ ആ ഒരു കുഷ്യൻ ഫീലൊക്കെ നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, അതിൽ ഡ്രൈവർ സൈഡ് ഓട്ടോ പവർ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ വരുന്ന ഒരു വെഹിക്കിളാണ്. പിന്നെ VXI ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് തൊട്ടാണ് നമുക്ക് അതിന് ഓട്ടോ ഫോൾഡബിൾ മിററും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററും വരുന്നത്. അതിന് താഴേക്കുള്ള അഡ്ജസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോ ഫോൾഡിംഗ് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത്. അതൊരു ക്രോം എലമെന്റിനകത്ത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ. ഈ ഭാഗത്ത് കാണുന്ന ട്രാക്ഷൻ കൺട്രോൾ ആണ്. ഇത് വെഹിക്കിളിന്റെ എഞ്ചിൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് കാണുന്നത്. ഇത് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ സ്വിച്ച് ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു AC വെന്റ് ഒക്കെ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ടെന്ന് പറയാനായിട്ട്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്യൂലിന്റെ ഓപ്പണർ വരുന്നത്. അതുപോലെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ നമ്മുടെ ബോണറ്റ് ഓപ്പണിംഗ് ലിഡാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു സീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഒരു ബെഞ്ച് ലൈക്ക് സിറ്റിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരല്പം കൂടി ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ബാക്കി ബാക്കിലത്തെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്. ഫ്രണ്ടിലത്തെ സീറ്റിന്റെ ആ ഒരു കംഫർട്ട് അപേക്ഷിച്ച് ബാക്കിലെ സീറ്റ് കംഫർട്ട് ഒരു അല്പം കുറവ് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കാര്യം ടൈ സപ്പോർട്ടോ കാര്യങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ ബോൾസ് സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വേണം പറയാനായിട്ട്.
പിന്നെ അതുപോലെ സെൻട്രലായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റിയർ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ചാർജിങ്, അതായത് USB ടൈപ്പ് സിയും അതുപോലെ തന്നെ നോർമൽ USB വരുന്ന ഒരു ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റിൽ ഈ പറഞ്ഞ പോലെ 60-40 ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് സെറ്റപ്പാണ് ഈ ഒരു സീറ്റിന് വരുന്നത്. അതുവഴി നമുക്ക് ഡിക്കിയിലൊക്കെ ഉള്ള സ്പേസ് നമുക്ക് ഒരല്പം കൂടി കൂടുതൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ സെൻട്രലായിട്ട് വേറെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവിലിട്ട് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ Z12 ഈ സീരീസിൽ വരുന്ന എൻജിൻ. ശരിക്കും നമ്മുടെ 3 സിലിണ്ടർ എഞ്ചിന് ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും സൈലന്റ് ആയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഒരു നോർമൽ നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ അതേ സൈലൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ ആയിട്ടുണ്ട്. അപ്പം ഇനി എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും സൈലന്റ് ആണ്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എഞ്ചിൻ ഐഡിൽ നിൽക്കുന്നതാണ്. ചെറിയൊരു നോക്കിംഗ് ആണ് ആ ഒരു എഞ്ചിന് വരുന്നത്. ഡ്രൈവബിലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ ശരിക്കും ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്ന AMT ആണ്. അപ്പോൾ AMTയിലെ ലാഗ് സത്യം പറഞ്ഞാൽ എനിക്കത് അധികം ഫീൽ ചെയ്യുന്നില്ല. പഴയ നമ്മുടെ ആ ഒരു വാഗണാർ അല്ലെങ്കിൽ പണ്ടത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ വാഗണാറില്ല, പണ്ടത്തെ വാഗണാർ അല്ലെങ്കിൽ സിലേരിയോ അതിനകത്തൊക്കെ ഓടിച്ചപ്പോൾ ഉള്ള ആ ഒരു ലാഗ് എന്ന് പറഞ്ഞത് അന്യായ ലാഗാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ സ്വിഫ്റ്റിലും ഒരല്പം ലാഗ് കൂടുതൽ തന്നെയാണ്. പക്ഷെ ആ കണക്കിന് ഇപ്പോൾ വരുന്ന AMTക്ക് ലാഗ് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് സാധാരണ നോർമലി ഓടിക്കുകയാണെങ്കിൽ AMTയുടെ ലാഗ് എന്ന് പറയുന്നത് അറിയുന്ന പോലും ഇല്ല എന്ന് വേണം പറയാം. അത്രയ്ക്ക് സ്മൂത്ത് ആണ് AMT എന്ന് പറയുന്നത് പുതിയ വണ്ടിയുടെ. ഇപ്പൊ ശരിക്കും ഗിയർ മാറുന്നുണ്ട്. ഗിയർ മാറി ഇപ്പൊ എനിക്ക് തോന്നുന്നു 5ാമത്തെ ഗിയറിലായി. ഇപ്പൊ ഈ ഒരു സ്പീഡ്, അതായത് ഇപ്പൊ 40 കഴിഞ്ഞ് 50 പോകുന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെ വണ്ടി 5 ഗിയർ മാറി. അപ്പോൾ എത്രത്തോളം സ്മൂത്ത് ആണ്, റിഫൈൻഡ് ആണ് എഞ്ചിൻ എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നതെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ശരിക്കും സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് കിട്ടും. അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ കാര്യം, സ്റ്റിയറിംഗ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഈ വെഹിക്കിൾ ടോപ്പ് എൻഡ് മോഡലാണ് കേട്ടോ. ഇത് നമ്മുടെ ZXi പ്ലസ് എന്ന വേരിയന്റ് ആണ്. ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ 10.25 ഇഞ്ചിന്റെ ആ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിനാണ് വരുന്നത്. അപ്പോൾ ശരിക്കും മോഡൽ മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ കുറച്ച് വ്യത്യാസങ്ങളാണെങ്കിൽ അത് കാര്യമായിട്ട് നമുക്ക് വെഹിക്കിളിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റിയറിംഗിന്റെ ചുറ്റും ഈ ഒരു ഗ്ലോസി ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ടോപ്പ് ആൻഡ് വേരിയന്റിലാണ് വരുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് ഈ കാണുന്ന നമ്മുടെ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ക്രൂയിസ് കൺട്രോളിന്റെ സെറ്റും റീസെറ്റ് ബട്ടണും പിന്നെ അതിലെ സ്പീഡ് കൂട്ടാനൊക്കെ ഉള്ള ആ ഒരു ബട്ടൺ വരുന്നത്. ഇന്നത്തെ നമ്മുടെ പുതിയ എപ്പിക് സ്വിഫ്റ്റിനെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തും. സോ ഇന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഈ വാഹനം തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് വെൺപാലവട്ടത്തുള്ള സൗത്ത് പാർക്ക് മോട്ടോഴ്സ് ആണ്. സോ അവരോടുള്ള നന്ദി ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.